ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയാലും എനിക്കിങ്ങനെ റെസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം മറന്നുപോയി. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി ഒരു ധാരണയില്ലാതാണ് ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത്. സോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ആലോചിക്കട്ടെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നാഷണൽ ഫുഡായ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറ്. എനിക്ക് എപ്പോൾ ഒരു റെസ്ക്യൂ തോന്നിയാലും ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഗോതമ്പ് ദോശയാണ്. ചില ദിവസമൊക്കെ നമ്മൾ മറന്നു പോയി. രാവിലെ മറന്നു പോകുന്നല്ല, നമ്മളിപ്പം വൈകുന്നേരം ആകുമ്പം വൈകുന്നേരം ആയിരിക്കും ഉദ്ദേശിച്ചത് അരി ഉഴുതും വെള്ളത്തിൽ ഇടണമായിരുന്നല്ലോ. ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ മറന്നു പോകും. നിങ്ങളാരും ഇങ്ങനെ മറന്നു പോകാറുണ്ടോ? പിന്നെ ഗോതമ്പോശാണ്. ഗോതമ്പോശയുടെ നമ്മുടെ ഈ മീനൊക്കെ ഇങ്ങനെ ചുമല കളറിൽ വെക്കത്തില്ലേ, വറുത്തരച്ചോണം, അതിൻ്റെ ജാറുണ്ടെങ്കിൽ സൂപ്പറാണ്. പിന്നെ ചിക്കൻ ഉണ്ടെങ്കിലും നല്ലതാണ്. വേറെ എന്ത് കറി ഉണ്ടെങ്കിലും നല്ലതാണ്. ഈ തേങ്ങ അരച്ച കറികളൊക്കെ ഉണ്ടല്ലോ, അവിയൽ, സാമ്പാർ ഒന്നും കുഴപ്പമില്ല. അവിയൽ അങ്ങനെ സാധനങ്ങളൊന്നും ഇതിനടുത്ത് കൂടാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ ബാക്കിയുള്ള ചാറുള്ള കറികളൊക്കെ ഇതിനടുത്ത് കൂട്ടാം. സത്യം തുറന്നു പറയട്ടെ, ചാറുള്ള ഒരു കറിയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും അറിയാവോ? സവാളയില്ലേ, സവാള നമ്മുടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തെ വെച്ച് ഉരച്ചെടുത്തിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, പിന്നെ കുറച്ച് ഉപ്പും ഒഴിക്കും. മുളക് ചമ്മന്തി എന്നൊക്കെ പറയും. അത് ഇതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കും. അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു കോംബോയാണ്. തേങ്ങാ ചമ്മന്തി ചിലപ്പോൾ ഉണ്ടാക്കാം, പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ തേങ്ങാ ചമ്മന്തിയോട് വലിയ പ്രേമമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പിന്നെ അതാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ത്രൂ ഔട്ട് ഡേ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് മീ ഡു ഇറ്റ്. താങ്ക് യു. എനിക്കൊരു പണി കിട്ടി ഗൈസ്. മത്തിയല്ല പണിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവനാണ് നങ്ക. ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു, മീൻ മേടിക്കാനായിട്ട് പോയപ്പോൾ ചോദിച്ചു മത്തി വേണം നങ്ക വേണം. അപ്പം ഞാൻ പറഞ്ഞു മത്തി മേടിക്കാൻ പറഞ്ഞു. അപ്പം നങ്ക എനിക്കത്ര പരിചയമുള്ള ആളല്ല. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ വൃത്തിയാക്കി പരിചയമില്ല. അപ്പം ഞാൻ മത്തി മേടിക്കാൻ പറഞ്ഞപ്പോൾ 1 കിലോ മത്തിക്ക് 350 രൂപ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഈ സുന്ദരം മത്തിയെ വേണ്ട, നങ്ക മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നങ്കയും മേടിച്ചു. ഇത് ഞാൻ വെട്ടിയതാണ് കണ്ടോ. നങ്കയും മേടിച്ചു, മത്തിയും മേടിച്ചു. അപ്പം നങ്ക വെട്ടുന്നത് എങ്ങനെയാണെന്ന് മീൻ മേടിക്കുന്ന ആളോട് തന്നെ ചോദിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ മീനൊക്കെ വെട്ടി. പക്ഷേ ഞാൻ ഇപ്പം സമയം ഏകദേശം 11 മണിയായി. ഞാൻ ആക്ച്വലി ഈ മീൻ വെട്ടാൻ ഇരുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒരു 9:30 സമയത്ത്. സാധാരണ ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ മീൻ വെട്ടി കഴിയുന്നതാണ്. പക്ഷേ ഈ നങ്ക ഇന്ന് തന്നെ വല്ലാതെ ചതിച്ചു. സോ എൻ്റെ മീൻ വെട്ടൽ ഒരു 1.5 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡഡാണ്. സോ എൻ്റെ പണിയെല്ലാം നല്ല പോലെ ലാഗായി. അപ്പോൾ ഇത്രയും മീൻ വെട്ടേണ്ടത് കൊണ്ടാണ്, മീനൊക്കെ വെട്ടാൻ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഫുൾ ഡേ, അതായത് ഒരു ത്രൂ ഔട്ട് ഒരു ഡേ ഒരു വ്ളോഗ് ഇടണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പം മീനെല്ലാം വെട്ടിക്കഴുകി, കയ്യിൽ മീനായതുകൊണ്ട് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മീനെല്ലാം വെട്ടിക്കഴുകി. എനിക്ക് കുറച്ച് പണികളുണ്ട്, എല്ലാം ലെറ്റ്സ് ഡു. കട്ട് ചെയ്യട്ടെ. അയ്യോ, ഇങ്ങനെ കട്ട് ചെയ്യും. ഞാൻ കണവ എങ്ങനെയാണ് നങ്ക എങ്ങനെയാണ് കറി വെക്കുന്നത് കാണിച്ചു തരാം. ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രവിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇത് വറക്കുന്നത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇത് വറക്കുന്നതിനോട് എത്രത്തോളം നന്നാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം ഞാനിത് തേങ്ങ ഇട്ട് പറ്റിക്കും. അതായത് മീൻ പീര വെക്കുന്നുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അമ്മയെ വിളിച്ചായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നു, ഇതില്ലേ കുരുമുളക് ഇട്ട് നന്നായിട്ട് അരച്ചാണ് ഇത് വെക്കുന്നത് കേട്ടോ. അപ്പം നങ്ക വെക്കാൻ അറിയാൻ വയ്യാത്തവർ ഇവിടെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരും. അറിയാവുന്നവർ സ്കിപ്പടിച്ചു. ഞാൻ ലാഗാവുന്നുണ്ടായിരുന്നു അവർക്ക് കൂടാൻ വേണ്ടിയിട്ട്. എനിക്ക് 2.5K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവേഴ്സില്ല, വാച്ച് അവറില്ല. സോ അതിൻ്റെ വലിയൊരു പോരായ്മയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി ലെങ്തി വീഡിയോ ഇടാമെന്ന് വെച്ച് കേട്ടോ. ഇഷ്ടമുള്ളവരൊക്കെ മുഴുവൻ കണ്ടോളൂ, ഇഷ്ടമില്ലാത്തവരൊക്കെ സ്കിപ്പടിച്ച് നോക്കുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുക്കാത്ത ചില പോർഷൻസൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വെണ്ട കൃഷി തുടങ്ങിയായിരുന്നു കേട്ടോ.
അത് ഞാനൊരു വ്ളോഗല്ല, ഡെയിലി വീഡിയോ എടുത്തിട്ട് ഒരു ഇച്ചിരി പേഷ്യൻസ് ഒക്കെ കൊടുത്ത് ഇച്ചിരി ഏറെ ഡേയ്സ് എടുത്ത്, അതായത് എബൌട്ട് ഒരു 1 month ഒക്കെ എടുക്കുമായിരിക്കും വെണ്ട ഫുള്ള് ഇത് കൃഷിയല്ല, വെണ്ടയ്ക്കായ ഉണ്ടായി വരാനായിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുരുമുളക്, ഞാൻ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളകാണ് ഞാൻ ഇടുന്നത് കേട്ടോ. സോ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇടുകയാണ് കേട്ടോ. അല്ല, കുരുമുളക് പൊടിയല്ല, കുരുമുളകാണ്. ഏകദേശം ഇത്രയോളം കുരുമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ആ കുരുമുളകിൻ്റെ ആ ഒരു ഘ്രാണം ഇതിലേക്ക് വന്നു. പിന്നെ ഞാനിട്ടത് ഉലുവപ്പൊടിയാണ്. ഞാനിപ്പം മീൻ കറിയൊക്കെ വെക്കുമ്പം മല്ലിപ്പൊടി അങ്ങനെ യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലും എനിക്ക് അങ്ങോട്ട് ഇപ്പോൾ താല്പര്യമില്ല മല്ലിപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്തിരി സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പം നമുക്കിതിനെ കറക്കിയെടുക്കാം. അറിഞ്ഞില്ല. ചെറുതായിട്ട് ഈ കുരുമുളകൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുള്ളൂ, അത് മതി. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട. പക്ഷേ ആ കുരുമുളകിൻ്റെ ആ ഒരു എരിവ് വേണം ഇതിനകത്ത്, അത്രയേ ഉള്ളൂ. 2 വട്ടമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ കുരുമുളക് ഇടണം കേട്ടോ. കുരുമുളക് ഇട്ട് ഞാൻ വീട്ടിൽ വെച്ച് കഴിച്ചിട്ടുള്ളതും കുരുമുളക് ഇട്ട് തന്നെയാണ്. മറ്റേ രീതിയിൽ ചെയ്താൽ അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല. ഇവിടെ ഞാനിന്ന് അടിച്ചെടുക്കട്ടെ. ഇത് എല്ലാം ഈ ഒരു പരുവത്തിന് വേണം ഇത് അരച്ചെടുക്കാം കേട്ടോ. അതായത് അരഞ്ഞു എന്നാൽ അരഞ്ഞില്ല എന്നൊരു മട്ട്. അരപ്പൊക്കെ അരച്ച് കഴിഞ്ഞു. എന്ത് ചെയ്യാം, നമ്മളിതിന് പയ്യെ അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ. തീ കുറച്ചിട്ട് വേണം വെക്കാൻ. കാരണം എനിക്കെപ്പോഴും പണി കിട്ടുന്നതാണ്, അതങ്ങ് അടിച്ചു പിടിക്കും. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ പറയുക കറിവേപ്പില, പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി, ഇത്രയും സാധനങ്ങളോട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുവാണ്. പിന്നെ നമ്മുടെ അരപ്പരച്ച വെള്ളം ഉണ്ടല്ലോ മിക്സിയുടെ ജാറിലിരിക്കുന്നത്, അതും കൂടെ ഞാൻ ഇതിനകത്തോട്ടങ്ങ് ആഡ് ചെയ്യും. ഒരുപാട് വെള്ളം വേണ്ട, ഞാൻ ഒരു തോരൻ പോലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ, ഇത്രയും സാധനങ്ങൾ. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, ഓപ്ഷണലാണ്. ഞാനിങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ച് ആദ്യം ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കണം. ഒന്ന് തിളയ്ക്കുന്ന വരെയൊക്കെ ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. ഒന്ന് തിളക്കട്ടെ, അതുവരെ തീ കൂട്ടി വെച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെക്കാം. ഇനി അത് അവിടെ ഇരുന്നിട്ട് ഒരു 10-20 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. ആ സമയത്തേക്ക് ഞാനിവിടെ ബാക്കി വെച്ചിരുന്ന ഇവിടെ എല്ലാം ക്ലീൻ അല്ലാതെ കിടക്കുകയാണ് കേട്ടോ. ഇനിയെല്ലാം ക്ലീൻ ചെയ്യണമായിരിക്കും. ബാക്കി വെച്ചിരുന്ന മീനുണ്ടായിരുന്നു, ആ മീൻ വറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പറയുന്നത് കേൾക്കാമോ? അപ്പം അത് വറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് ചേച്ചിയെ വിളിക്കുക, ഉലുവാപ്പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ അധികം ആഡംബരമൊന്നും ഇല്ലാതെയാണ് ഇന്ന് മീൻ വറക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇച്ചിരി പൊടിച്ചിടുന്നതാണ് ഇന്ന് ഞാൻ. പക്ഷേ കുരുമുളക് പൊടിയൊന്നും പൊടിച്ചിടുന്നില്ല. കാരണം ഞാൻ ഈ നങ്ക വെട്ടി ഞാൻ ആകെ ടയേർഡാണ്. സോ ഞാൻ കുരുമുളക് പൊടി ഒന്നും ഇന്ന്
ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകം എന്തായാലും എനിക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു സാധനമാണ് കേട്ടോ മീൻ വറുക്കുമ്പോൾ. പെരിഞ്ചീരകം ഇട്ടു, ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു ഓൾറെഡി കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടു, ചൂട് വേണം മുളക് പൊടി. ഇട്ട് നന്നായിട്ട് മിക്സ് പണി ഇതിൻ്റെ കൂടി ഞാൻ ആഡ് പണി. നേരത്തെ ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ 1-2 തമിഴ് കുട്ടികളുണ്ടായിരുന്നു. ചെന്നൈയിലുള്ള ആളും കന്യാകുമാരിയിലുള്ള ഒരാളും. ചെന്നൈയിലുള്ള 2 പേര് കേട്ടോ. പൊന്മൊഴി ജീവിത എന്നാണ് അവരുടെ പേര്. കന്യാകുമാരിയിലുള്ള ആളുടെ പേര് ശാലിനി. അപ്പം കന്യാകുമാരിയിലുള്ള ആൾക്ക് നന്നായിട്ട് മലയാളം മനസ്സിലാവും, പക്ഷെ ചെന്നൈയിലുള്ള ആൾക്കാർക്ക് ഒന്നുമേ മനസ്സിലാവാത്തില്ല. നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു സംസാരിക്കാനൊക്കെ. അപ്പം ഡ്യൂട്ടിക്കിടയിൽ നല്ല ഞങ്ങൾ ER-ആയിരുന്നു, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പം ജീവിത എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിയുണ്ട്, അവൾ ഭയങ്കര കോമഡിയാണ്. കോമഡി വെച്ചാൽ അവർക്ക് മലയാളം വേർഡ്സ് ഒന്നും അങ്ങനെ അറിയത്തില്ല. അപ്പം ഞാനും രേഷ്മയും പിന്നെ ഫിലിപ്പിനോ സ്റ്റാഫ്സൊക്കെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ നൈറ്റ് ചെയ്യുമ്പം ഭയങ്കര തിരക്കൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകും. ഓടിയൊക്കെ പോകുമ്പോൾ ജീവിതം പറയും, അക്ക കൊച്ചം വളിവിട്. ആദ്യം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞാനും രേഷ്മയും തല കുത്തിയിട്ട് ചെയ്യും. നമ്മൾ മീൻ ചെയ്ത വേറെ മീനിങ് ആണല്ലോ. ഇവിടെ പറയാം അക്ക കൊഞ്ചം വളിവിട്. ലാസ്റ്റ് ഞങ്ങൾ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, മലയാളത്തിൻ്റെ ഇതിലെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. സോ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ വേർഡ് പറയരുത്, ഞങ്ങൾക്ക് നന്നായിട്ട് ചിരി വരും എന്നൊക്കെ. അതൊക്കെ ഒരു കാലം. അപ്പം ഞാൻ ഈ മീൻ വറക്കാൻ എടുത്തിട്ട് ഞാൻ 2-3 എണ്ണം എടുത്തിട്ട് ബാക്കി അങ്ങ് വെക്കുകയാണ്. 3 എണ്ണം എടുത്തു, ബാക്കി ഞാനങ്ങ് വെക്കുകയാണ്. 2 എണ്ണം പിള്ളേർക്ക് വൈകിട്ടത്തേക്കും, പിന്നെ 2 എണ്ണം സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് നാളെ. അപ്പം ശരി, എനിക്ക് കുറച്ച് അലുകൂലത്തെ ജോലികളൊക്കെ ഉണ്ട്, ക്ലീനിങ്. അത് നിങ്ങൾ കാണണ്ടല്ലോ, ഞാനത് ചെയ്യട്ടെ. ഓക്കെ, മീനും കൂടെ വറക്കാനും ഇടുകയാണ് കേട്ടോ. ഞാൻ പാൻ വെച്ചു. ഉപ്പുണ്ടോ തോന്നുന്നു. ഇനി എനിക്കൊരു പുളിശ്ശേരിയും കൂടെ വെക്കണം. ഒരു കാര്യം മറന്നേ പോയായിരുന്നു, ഈ ക്ലീൻ ചെയ്ത് ഞാൻ വൃത്തിയാക്കിയിട്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും എനിക്കുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്, എനിക്ക് മീനിൻ്റെ ഈ സ്മെല്ലൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കിഷ്ടമല്ല. മീനിൻ്റെ സ്മെല്ല്, പല്ലിയും പല്ലിയുടെ ഒന്നും എനിക്കിഷ്ടമല്ല. മീനിൻ്റെ പല്ലിയുടെ അപ്പിടുമെന്ന് പറയാൻ പറ്റും. ഞാൻ അതുകൊണ്ട് വായിക്കും. അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് മീൻ ഇഷ്ടമാണ്, ഞാൻ മീൻ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്കതിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പഴക്കൊക്കെ ഉണ്ടാക്കുന്നതും ഇതിനൊക്കെയാണ്. കാരണം ഞാനാണെങ്കിൽ ഇച്ചിരി എനിക്ക് ഒത്തിരി കമ്പൽസറി ഡിസോർഡർ എനിക്കുണ്ട് ഭയങ്കരമായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. ഏതെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇന്നടത്താ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എനിക്കത് വെക്കണം. അത് അവിടെ കൊണ്ടുവന്ന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും ഒരു പ്രോപ്പർ പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുക. പിന്നെ എന്താ പറയുക, ആ പ്ലേസ്മെൻറ്റ് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും വെക്കുക. അത് ഉണങ്ങിട്ട് അതുകൊണ്ട് അതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ എവിടെയെങ്കിലും നമ്മൾ കറക്റ്റ് സമയത്ത് നിൽക്കാൻ വയ്യ, എവിടെയെങ്കിലും ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ എത്തുക. മറ്റൊരാളെ കൊണ്ട് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്, അതിലൊക്കെ ഞാൻ ഇച്ചിരി ഓവർ ഫങ്ഷനല്ല. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ ഇച്ചിരി ഓവർ അല്ലേ എന്ന്. പക്ഷെ എന്തോ എനിക്ക് അതുകൊണ്ടൊക്കെ നല്ലൊരു തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പങ്ക്ച്വാലിറ്റികൾ ഡ്യൂട്ടിക്കൊക്കെ ആണെങ്കിലും എവിടെയൊക്കെ ആണെങ്കിലും ഞാൻ ഇച്ചിരി പങ്ക്ച്വലാണ്, ഇച്ചിരി ഓവർ പങ്ക്ച്വലാണ്. ചില സമയത്ത് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ, പെയിൻറ്റിങ് ഉള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പുളിശ്ശേരി വെക്കണം, പക്ഷെ എൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടക്കും, പുളിശ്ശേരി വെച്ചില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർക്കും. നിങ്ങളൊക്കെ ഇങ്ങനെയാണ്. പണ്ടൊന്നും ഞാനിങ്ങനെ അല്ലായിരുന്നു. ഈ കല്യാണമൊക്കെ കഴിച്ച് നമുക്ക് കാര്യങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം കയറിയത് കൊണ്ടൊക്കെ ആയിരിക്കും. സോപ്പിച്ച് കൂടിപ്പോയി. അതുകൊണ്ടാണ് ഇത്ര സമയമെടുക്കും. ഞാൻ ഇവിടെ ഇരുന്നാണ് മീൻ വെട്ടുന്നത്.
ഇതാകുമ്പോൾ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം, മീൻ വൃത്തിയായിട്ട് വെട്ടിയെടുക്കുകയും ചെയ്യാം, അകത്തൊന്നും ആവത്തുമില്ല. മീൻ വെട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഞാൻ അകത്തേക്ക് മീനെ കൊണ്ടുപോകുന്നത്. ഇത് സോപ്പോയൊക്കെ കൂടി ഇരിക്കട്ടെ, മണോ വരട്ടെ. അമ്മാളും ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിലോട്ടേ വരത്തില്ല, പാത്രം കഴുകുന്ന, പാത്രം അടുക്കി വെക്കുന്നത്. എന്നിട്ട് അവർക്ക് ഇഷ്ടം. ഞാൻ പക്ഷെ മറ്റ് മുടകൾ വൃത്തിയാക്കി തന്നെയാണ് ഇടുന്നത്, മറ്റ് വൃത്തി തന്നെയാണ് ഇവിടെ. പക്ഷേ അവളിങ്ങോട്ടൊന്നും വരില്ല. അല്ല, ഞാൻ വീഡിയോയിലേക്ക് നിന്റെ പേര് പറഞ്ഞു, ഇത് അമ്മ ചോദിച്ചോണ്ട് പോകാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാനൊരു പുളിശ്ശേരി ഇവിടെ വെക്കാൻ പോവാണ് കേട്ടോ. കുഞ്ഞി പാത്രം വെച്ചേക്കുന്നത്. അത്ര പുളിശ്ശേരി വേണം. ശരി, ചൂടാകാനൊന്നും വേണ്ടി കഴിച്ചു. ഞാനവിടെ ജീരകം ഇട്ടാണേ, കാരണം ഞാനിത് തേങ്ങ അരച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ജീരകം ഇട്ടാണ് ഞാൻ കടുക് വറക്കുന്നത്. ജീരകം ഇട്ടു. ഇച്ചിരി സവാള, കൊച്ചുള്ളിയാണ് ഇടേണ്ടത്. എൻ്റെ കൊച്ചുള്ളി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ആ മീനെടുത്ത് സവാളയുടെ ഇച്ചിരി പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യും. കറിവേപ്പിലയാണ് ഇട്ടു. കറിവേപ്പിലയാണെങ്കിൽ ഇത് ഫ്രഷ് അല്ല, ഇന്നലെ ഞാൻ കുറച്ച് പറിച്ച് വെച്ചായിരുന്നു. എനിക്ക് ഈ കറിവേപ്പില എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓടാനൊന്നും മതി. അപ്പം ഞാനാണെങ്കിൽ ഇത് പറിക്കാൻ പോകുന്ന സമയത്ത് 1-2 കതിർപ്പി ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോയി. ആ ജീരകം ഞാൻ ഇട്ടായിരുന്നല്ലോ ഓൾറെഡി. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണേ. മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉലുവാപ്പൊടി ഇട്ടു, ഒന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടു. ഞാൻ ഇച്ചിരി മുളക് പൊടി ഇടും കേട്ടോ, അല്ലെങ്കിൽ ഞാനൊരു മുളകിടും. എന്നിട്ട് ഉപ്പിട്ടില്ല കേട്ടോ, തേനിടാം. ഇത്രയും ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് പാലല്ല കേട്ടോ, തൈര് ഇച്ചിരി വെള്ളവും ഒഴിച്ചിട്ട് ഉടച്ചെടുത്തതാണ്. നാളത്തേക്ക് കൂടി വേണം. അപ്പം ഞാൻ വേറെ സംഭവം ഉണ്ടാക്കി. പുളിശ്ശേരിയിൽ കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ പുളിശ്ശേരിയൊക്കെ ആദ്യമായിട്ട് വെക്കുന്നവരാണെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ കാണിക്കുന്ന പൊട്ടത്തരങ്ങളൊന്നും കാണിച്ചു വെക്കരുത്. പുളിശ്ശേരി തിളപ്പിക്കരുത്. ഇപ്പം തന്നെ അത് ഓഫ് ചെയ്യുകയാണ്. കാരണം പുളിശ്ശേരി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും, പിന്നെ ഒരു കാശിന് ഇത് കൊള്ളത്തില്ല. നമ്മുടെ പുളിശ്ശേരി ഇവിടെ എടി പിടിയുന്ന റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ 2 പാത്രത്തിലേക്ക് ഒഴിച്ചങ്ങ് മാറ്റി വെക്കും, കാരണം കുറച്ച് നാളത്തേക്കൂടെ എടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഉപ്പ് വേണം. അപ്പം നമ്മുടെ പുളിശ്ശേരി റെഡിയായി. മീൻ പറ്റിച്ചതെന്ന് പറയും, മീൻ പീരയെന്ന് പറയും, മീൻ തോരനെന്ന് പറയുന്ന അദ്ദേഹവും റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മെഴുക്കുവരട്ടി എന്തെങ്കിലും, കിഴങ്ങില്ല, 2 കിഴങ്ങാണ്ടേ ഉള്ളൂ. ഇനിയുള്ള കിഴങ്ങും വെണ്ടയ്ക്കായും ബീട്രൂട്ടും വഴുതനങ്ങയും കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ എടുത്തൊരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കിയാൽ കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ച് പണി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ, മീൻ എടുത്ത കൈയാണെന്നുണ്ടെങ്കിൽ ആ മീൻ മാറാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാമോ? വളരെ എളുപ്പമാണ്. ഒരു ബക്കറ്റിൽ നനയ്ക്കാനുള്ള തുണികൾ എടുക്കുക, നേരെ ഇവിടുന്ന് പൈപ്പിൻ ചോട്ടിലിട്ട് പോവുക. വാഷിംഗ് മെഷീൻ ഉണ്ടെന്നുള്ള കാര്യം തൽക്കാലം മറന്നേക്കുക. എന്നിട്ട് നന്നായിട്ട് സോപ്പിട്ട് ഞെരടി ഇതങ്ങ് കഴിഞ്ഞാൽ മതി. നമ്മുടെ കയ്യിലെ മണവും മാറും, നമ്മുടെ തുണിയും വൃത്തിയാകും. ഓക്കെ, ഞാനെന്നാലേ എൻ്റെ കയ്യിലെ മീൻ്റെ മണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ. അപ്പോൾ അത്രയും കറികളൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ എന്നാൽ പിന്നെ ചോറുണ്ടാന്ന് വെച്ചിരുന്നപ്പോൾ രജിച്ചിട്ടും കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അച്ചാറൊന്നും ഇല്ലായിരുന്നു, 2 മാങ്ങ എടുത്ത് അച്ചാറും കൊണ്ടും കിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത് അരിയുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ വെറുതെ ബോറടിക്കും. സോ ഞാനത് അരിയട്ടെ. എൻ്റെ കറികൾ ഞാൻ കാണിച്ചു തരാം. മത്തിക്കുട്ടനെ വറുത്തത്, ഇൻസ്റ്റൻറ്റ് കടുമാങ്ങ, പിന്നെ ഇത് കാണിക്കേണ്ട ഇന്നലത്തെ കറി,
പിന്നെ നമ്മുടെ എന്തുവായിരുന്നു അതിൻ്റെ പേര്, നങ്ക തോര വെച്ചത്, പിന്നെ ഇങ്ങോട്ട് വാടാ, എല്ലാം കൂടി ഇട്ടൊരു കൂട്ടുമെഴുക്ക് വരട്ടി, പിന്നെ പുളിശ്ശേരി. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി അടമാങ്ങ അച്ചാറൊക്കെ ഉണ്ട്. അത് ഇന്നലെ വീട്ടിൽ പോയപ്പോൾ അമ്മ വന്ന് വിട്ടതാണ്. ഇത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് പഠിക്കാൻ വേണ്ടി വന്ന് കിടന്നതാണ്. എവിടെ കിടന്നൊക്കെ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ഫുൾ ഡേ വീഡിയോ എടുക്കുവാണല്ലോ എന്ന്. എൻ്റെ കൂടെ ഉറങ്ങിയ ആളുകൾ എഴുന്നേറ്റില്ല. നീക്കിടാൻ പറ്റിക്കന്നെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4:30 ഇനി ചായയൊക്കെ ഇടണം. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന വലിയ ഇഷ്ടം. ഇവിടെ ആരും ഇല്ലാത്തപ്പോൾ ഞാനങ്ങനെ ഉറങ്ങാറില്ല. ആരെങ്കിലും ഉള്ളപ്പോഴൊക്കെ ഉറങ്ങാറുള്ളൂ. അയ്യോ, പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, സത്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹം കണ്ടില്ല. അപ്പോൾ ഇവിടെ ഇതായി ടേബിൾ ഫാനാണ് വെച്ചേക്കുന്നത്. അതിന് പേടി പോട്ടിയില്ല ഫാനാണ്. ഓ, അപ്പം ഇത് കണ്ണിലോട്ട് അടിച്ചടിച്ചടിച്ച് ഞാനങ്ങ് ആകെ ഉറങ്ങിപ്പോയി. ഇനി ചായ ഇടണം, അവർക്ക് പാൽ തിളപ്പിച്ച് കൊടുക്കണം. ഏറ്റവും വലിയ ജോലിയുണ്ട്, കുളിക്കണം. ഞാൻ ചായക്ക് ഇട്ട് കൊടുക്കട്ടെ. വൈകിട്ട് വേറെ വലിയൊരു ടാസ്ക് ഉണ്ടായി. ഇപ്പുറത്ത് കുറേ കരിയിലയായിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി തൂത്തിട്ട്, ആഴ്ച ഒരിക്കലേ തൂക്കത്തുള്ളൂ. കാരണം ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് തൂക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടെ വല്ലതും ഒന്ന് തൂത്ത് വാറ്റി തീടണം. അപ്പം ഞാനും രവിചേട്ടനുമാണ് തൂക്കാൻ പോകുന്നത്. മീനും തമ്മിൽ സൈഡിൽ നിന്ന് തൂത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ മീനുവിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് രതീഷേട്ടനും ടേൺ ഓവർ ചെയ്തു. ഇവിടെ ഒരു ചെമ്പം ഉണ്ടായിരുന്നു, അതിൽ കഴിഞ്ഞ ദിവസം നിറയെ പൂവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പൂവെല്ലാം കൊഴിഞ്ഞു പോയി. ഒരു സൈഡ് മൊത്തം ഞങ്ങൾ തൂത്തുവാരി കത്തിച്ചു. ഇനി അപ്പുറത്തെ സൈഡും കൂടെ പെൻഡിങ് ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം തൂത്തുവാരി, ഇനി കുറച്ച് സൈഡും കൊണ്ട്. ഇവിടെ നിറച്ച് ഈ മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ്. ഒരു 2-3 ദിവസം കൂടുമ്പോൾ തന്നെ കരിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എല്ലാം കാടായിരുന്നു. ഞങ്ങളെല്ലാം വെട്ടിത്തെളിച്ച് ഞങ്ങൾ ഈ പരുവത്തിലാക്കി എടുത്തതാണ്. കണ്ടോ, ഇപ്പോൾ ഏരിയ ഏകദേശം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടൊരു സാധനം കാണിക്കണം. ഇത് നിങ്ങൾ വന്നപ്പോൾ ഈ ഒരു ഇതുണ്ടോ, ഈ കോവലിങ്ങനെ കാട് കയറി മുകളിലോട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ അങ്ങ് കട്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ നിന്ന് വേറെ കിളിച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കമ്പെടുത്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഒത്തിരി കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ താഴെയൊക്കെ കിടക്കുന്ന കാണാം. ഇപ്പോൾ തൂത്തെല്ലാം കളഞ്ഞതാണ്. ഇവിടെ രാവിലെ വരുമ്പോൾ ഒരുപാട് കോവയ്ക്ക ഇങ്ങനെ കിടക്കുന്ന കാണാം. ഈ ഏരിയ കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുളിക്കണം, വിളക്കത്തിക്കണം, അരിയൊക്കെ അരയ്ക്കാനുണ്ട്. അരിയൊക്കെ അരച്ച് വെച്ചു. കുളിയൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുളിച്ച് കഴിഞ്ഞാലും ഞാൻ എൻ്റെ മുഖത്ത് തേക്കാറ്. അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാനില്ല. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യാൻ സാധനം കാണുന്നില്ലല്ലോ. എൻ്റെ ഒരു വൈറ്റ് ടോൺ എന്ന് പറയുന്നൊരു ക്രീമുണ്ട് കേട്ടോ. ഇത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ക്രീമിടലും കാര്യങ്ങളും ഒന്നും ഇല്ല എനിക്ക്. അപ്പോൾ ഇനി വിളക്ക് കത്തിക്കണം, നാമം ചെല്ലണം, അത്രയൊക്കെ ഉള്ളൂ പരിപാടികൾ. ഓക്കേ.